കേരള സമൂഹമേ, പിന്നെ കർണാടകയിലെ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്തത്? അയ്യോ, അവിടെ തന്നെയാണോ? കൊള്ളാം. പിന്നെ ആ സ്ഥാപനത്തിന്റെ 2025-26 അധ്യയന വർഷത്തെ യൂണിവേഴ്സിറ്റി അംഗീകാരം പുതുക്കി കൊടുത്തതിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ രേഖ വല്ലതും ഉണ്ടോ? ഒന്ന് അയച്ചു തരാൻ. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല നല്ല സ്ഥാപനം ഏതാന്ന് പറയാനുള്ള സാഹചര്യമല്ലായിരുന്നു. ആ സാഹചര്യം എന്തായിരുന്നു ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, കർണാടക ഹൈക്കോടതി കർണാടകയിലെ നേഴ്സിംഗ് കോളേജുകൾക്ക് ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. ആ വീഡിയോ വേണം ഒന്നുകൂടെ ഞാൻ ആദ്യത്തെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്യുന്നു. നിങ്ങളോട് പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പലരും ഏത് കോളേജ് അഡ്മിഷൻ എടുത്ത് ആരുടെ പേരിലാണ് പൈസ അയച്ചു കൊടുത്തത്? ഞാൻ അന്നേ പറഞ്ഞു, ഏജന്റിന്റെ പേര് പൈസ അയക്കരുതേ. നിരവധി കംപ്ലൈന്റ് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാ വർഷവും കിട്ടുന്ന പോലെ ഈ വർഷം അഫിലിയേഷൻ പുതുക്കി കിട്ടും, അംഗീകാരം പുതുക്കി കിട്ടും എന്ന് അവരും നിങ്ങളെ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചു അല്ലേ? ഓ, നല്ല കാര്യം. എന്നാൽ അവരോട് പറ, ഒരു പേപ്പറിൽ എഴുതി തരാൻ ഏതൊക്കെ സ്ഥാപനത്തിന് അംഗീകാരം പുതുക്കി കിട്ടും എന്നുള്ള കാര്യം. പിന്നെ ഇതും കൂടെ ഒന്ന് കണ്ടോണേ. കോടതി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതി ചെയ്തില്ലെങ്കിൽ 2025-26 അഫിലിയേഷൻ പുതുക്കി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാപ്സിയുടെ മെമ്പർമാർ കോടതിയിലോട്ട് പോയിരിക്കുന്നത്. ഇത് കണ്ടോ, കർണാടക ഹൈക്കോടതിയിൽ കോടതി മെയ് 2-ാം തീയതി പറഞ്ഞ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയും വേഗം നടപടിയിലാക്കിയിരിക്കണം. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് കർണാടകയിൽ നിന്ന്. അതുപോലെ അഫിലിയേഷൻ വരും ഉറപ്പാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പ് ഞാൻ പറയത്തില്ല. അവർ തെറ്റിദ്ധാരണ പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളോടൊന്നും പറയാനില്ല. പക്ഷെ അവരോടൊന്ന് പറ, 25-26 അഫിലിയേഷൻ പുതുക്കി കിട്ടിയിരിക്കും എന്നൊരു പേപ്പറിൽ എഴുതിത്തരാൻ ഉടനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്യ്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടിരുന്ന കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കണം പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ. കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.